വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഒരു മഴയോട് കൂടിയിട്ടാണ്. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ തുണി ഉണക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല, കാരണം അത്രയും മഴയാണ്. രാവിലെ മഴ, ഉച്ചയ്ക്ക് മഴ, വൈകിട്ട് മഴ, ഫുൾ ടൈം മഴ മഴ മഴ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചൂടിന് വളരെ ഒരു ആശ്വാസമുണ്ട്. മഴ ആയതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മഴ പെയ്തോട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യരുത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ജസ്റ്റ് മഴ പെയ്യുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം തന്നെ വയനാട് മഴയെ തുടർന്നുണ്ടായ വലിയൊരു ദുരന്തം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മഴയൊക്കെയാണ്, മാക്സിമം മഴയൊന്നും കൊള്ളാതെ പുറത്തൊന്നും ഇറങ്ങാതെ മാക്സിമം വീട്ടിലൊക്കെ തന്നെ ഇരിക്കുക. മഴയാണിപ്പോൾ, പുതുമഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. പനി വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങണം, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെയാണ്. അപ്പോൾ മാക്സിമം സേഫായിട്ടിരിക്കുക, പനിയൊന്നും വരുത്താതിരിക്കുക. നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കുന്നത് ഇച്ചിരി ലേറ്റായിട്ടാണ്. നമുക്ക് എണീക്കുമ്പോൾ അങ്ങ് എണീറ്റ് പോരാനുള്ളൊരു ഇത് തോന്നത്തില്ല, നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടേ. പിന്നെ പഠിക്കുക, ജോലി വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമായതുകൊണ്ട് നമ്മളങ്ങ് എണീറ്റ് പോരും. അങ്ങനെ പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന വൊക്കാബ്സ് വീഡിയോയിൽ കേരളം, ഇന്ത്യ, അതുപോലെ വേൾഡ്, സ്പോർട്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് ഒരു മാസത്തെ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഓർഡർ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു കേരളത്തിൻ്റെ പാട്ടാണെങ്കിൽ അത് തീർക്കണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ ഓരോ പാട്ട് തീർക്കാറാണ് പതിവ്. കറണ്ട് അഫയേഴ്സിനായിട്ട് ഇരുന്ന് സമയം കളയാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ കുറച്ച് വായിച്ചു വിടുകയാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏകദേശം എൻ്റെ കറണ്ട് അഫയേഴ്സ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ച് പോകുന്നിടത്ത് നിന്നൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളതൊക്കെ ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടപ്പോൾ അതൊക്കെ ഒന്നുകൂടി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയും ഓർമ്മിച്ച് വെക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ബയോളജി ഏകദേശം എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചതൊക്കെ റിപ്പീറ്റ് അടിച്ചിട്ട് റിവിഷൻ ചെയ്ത് വരുവാണ്. ഇപ്പോഴും ഞാൻ ഫിസിക്സിൻ്റെ ആ ഒരു പാട്ട് ഞാൻ പഠിച്ചു പോയതാണ്, അപ്പോൾ റിവിഷൻ ചെയ്യുവാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പഠിച്ച കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പം ഞാൻ കൂടുതലും റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴയാണ് പുറത്ത് പെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ടെന്നല്ല, പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും. കാരണം ആ റിവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിടത്തോട്ട് നമ്മുടെ സ്കോർ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റായിട്ട് റിവിഷൻ ചെയ്യുക. മാത്സൊക്കെ ചെയ്ത് പഠിക്കുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നല്ല രീതിക്ക് പഠിക്കുക. 30 മാർക്ക് കണ്ണടച്ച് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. ഒപ്പം കറണ്ട് അഫയേഴ്സ് കൂടി തീർത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 40 മാർക്ക് നമ്മളുടെ കയ്യിൽ സേഫായി. പിന്നെ നമുക്ക് ബാക്കിയുള്ള GK, ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വിട്ടാൽ മതിയാകും. അതിപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ നമ്മൾ SCERT ബുക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് റാങ്ക് ഫയൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റാങ്ക് ഫയൽ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ ടോപ്പിക്ക് വായിച്ചു വരുമ്പോൾ SCERT ബുക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ SCERTയുടെ ബുക്കും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അഡീഷണൽ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി കിട്ടും. SCERT ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊന്നും എത്താതെ ആയിപ്പോകും. പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനം കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഉള്ളവർ നല്ലപോലെ പഠിക്കുക, എക്സാം നല്ലപോലെ എഴുതുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.